വളരെ ആശങ്കയുള്ള കാര്യമാണ് ഇതൊക്കെ. സമൂഹത്തിൽ കണ്ടുവരുന്ന വലിയൊരു പുതിയൊരു പ്രവണതയാണിത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പുതുതായിട്ട് പല ഏർപ്പാടുകളും പല കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. പലതരത്തിലാണ് മനുഷ്യൻ പ്രതികരിക്കുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അവർ ഫുട്ബോൾ കളിക്കുന്നത് തന്നെ നമ്മളൊക്കെ പറയുന്നത് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വിടുന്നത് അവര് മറ്റ് തെറ്റായ മാർഗത്തിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു കാര്യമാണ് ഫുട്ബോൾ കളി, അല്ലെങ്കിൽ ബാക്കി കളികളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതിനൊക്കെ തർക്കം ഉണ്ടാവും. ആ തർക്കം സ്പോർട്സ് സ്പിരിറ്റ് എടുത്തിട്ട് അവിടെ തന്നെ തീർക്കാണ് സാധാരണ ചെയ്യാറ്. അതാണ് യഥാർത്ഥ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ അതിന്റെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അവിടെയാണ്. പക്ഷെ അതിന് മറികടന്നിട്ട് ചെറിയ തർക്കങ്ങൾ ഉണ്ടാവും. ആ തർക്കങ്ങൾ പിന്നെ അത് ലഘൂകരിക്കുന്നതിന് പകരം അത് മറ്റ് പല തലങ്ങളിൽ പടർന്ന് പന്തലിക്കുകയാണ്. അതാണ് ഇവിടെ കണ്ടത്. നമ്മുടെ ഈ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ പ്രശ്നങ്ങളുണ്ടായി അവർ തമ്മിൽ തർക്കങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ആ പ്രായത്തിൽ തർക്കങ്ങളാണ്. അവരതോടെ തന്നെ പരിഹരിക്കുന്നതിന് പകരം അത് കളിക്കളത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്ന് കളിയായിട്ട് ബന്ധമില്ലാത്ത വേറെ കുത്തേറ്റ് പറയുമ്പം അതിൽ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ട് അതിൽ. കാരണം വെച്ചാൽ ഈ ഇപ്പം നമ്മളെ നാട്ടിൽ കാണുന്ന പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. കാരണം നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് അത് നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകുന്നതെല്ലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ ഇവിടെ മരണപ്പെട്ട ആളെ കുത്തിയെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പം വാർത്ത വരുന്നത് അവർ കാപ്പ പോലെയുള്ള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ നേരത്തെ ഇൻവോൾവ് ആയ ആൾക്കാരാണ്. അവർ കാപ്പ പ്രതികൾ കൂടിയാണെന്ന് പറയുന്നു. അപ്പൊ പോലീസിന്റെ ഭാഗത്തുള്ള ചെറിയ വീഴ്ച പറയാം. കാരണം കാപ്പ പ്രതികളെ പ്രോപ്പറായിട്ട് അവരെ വാച്ച് ചെയ്യാനോ അവർക്ക് അവരുടെ പേരിൽ മറ്റു നടപടി എടുക്കാനോ അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അവരെ കാപ്പ നിയമപ്രകാരം നാട് കടത്താനോ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തികളും പോലീസ് പ്രോപ്പറായി ചെയ്തിട്ടുണ്ടാവില്ല. അതും ഒരു കാരണമാണ്. അതുകൊണ്ട് പോലീസിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയി കാണും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കണ്ടുവരുന്നതാണ് ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട കാര്യങ്ങൾ കൈവിട്ട് ഇത്തരത്തിലുള്ള കൊലപാതകത്തിൽ അത് പരിണമിക്കുകയാണ്. അപ്പൊ അതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് അതൊരു. പിന്നെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ, സോഷ്യൽ ഇഷ്യൂ, ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്ന ഈ താൽക്കാലികമായി കാണുന്ന വൈകാരികത, ഇതൊക്കെ ഇതിന്റെ ഒരു എക്സ്ട്രാ സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ കൺട്രോൾ ചെയ്യണം. നമ്മളൊക്കെ പറയുന്ന മാതിരി പ്രോപ്പർ പാരന്റിങ്, കുട്ടികളെ മര്യാദക്ക് ശരിക്കും വളർത്തുന്നില്ല, അവരെ കയറൂരി വിടുകയാണ്, അല്ലെങ്കിൽ അവര് എവിടെയാണ് പോകുന്നത്, ആരൊക്കെയാണ് സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഇത് സമൂഹത്തിന്റെ മാത്രം ബാധ്യതയല്ല, സമൂഹത്തിന്റെ ബാധ്യതയും നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിനെയും കൂടെ ബാധ്യതയാണ്. അത്തരത്തിലുള്ള ഒരു നടപടി എടുത്തു പോയാൽ ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങളും പ്രത്യേകിച്ച് സ്പോർട്സ്മാൻ ഫീൽഡിൽ, അതായത് കളിക്കളങ്ങളുടെ സംഭവത്തിന് ശേഷം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് പോലീസും കൂടി കാര്യമായിട്ട് പ്രവർത്തിക്കണം. അവരും പ്രോപ്പർ ലോ ആൻഡ് ഓർഡറും പെട്രോളിംഗ് ഒക്കെ നടത്തി മനുഷ്യരിൽ, അവിടുത്തെ പൊതുജനങ്ങളിൽ ഒരു സുരക്ഷിത ബോധം ഉണ്ടാക്കണം. അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.